ഷീറ്റിന് കിലോയ്ക്ക് 250 രൂപ വില വന്ന ഒരു കാലം. എൻ്റെ ഭാര്യ പറഞ്ഞു, പപ്പേ റബ്ബറിന് 250 രൂപ വില, നമുക്കൊരു 250 കിലോ വിൽക്കാം. എനിക്കത് പണ്ടേ സമ്മതമാണ്. ഞാൻ കിടക്കുന്ന വീടിനോട് ചേർന്ന ഒരു ചെറിയ മുറ്റത്തിനോട് ചേർന്ന ഒരു അരഭിത്തിയോട് ചേർന്ന റബ്ബർ ഷീറ്റ് പുകയ്ക്കാനുള്ള പുകപ്പുര, അതിനോട് ചേർന്ന റബ്ബർ ഷീറ്റ് സംഭരിക്കാനുള്ള സ്റ്റോർ മുറി, അവിടെ നിന്ന് 50 മീറ്റർ അകലെയായിട്ട് റബ്ബർ ഷീറ്റ് അടിക്കാനുള്ള മിഷ്യൻപുര. ഈ മിഷ്യൻപുരയിലെ പണിക്കാരുടെ ആയാസം ഒഴിവാക്കാനായി ഞാനൊരു മോട്ടർ ഘടിപ്പിച്ച് ഇലക്ട്രിക് കറണ്ട് കണക്ഷനും കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് ഇട്ടാൽ മതി, ഈ റബ്ബറിൻ്റെ റോളർ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങിക്കൊള്ളും. ഭാര്യയും പണിക്കാരി ഓമനയും കൂടി പുകപ്പുരയിൽ നിന്ന് 250 കിലോ ഷീറ്റ് പുറത്തെടുത്തു. പക്ഷേ ആ ഷീറ്റെല്ലാം കാലക്കലക്കം ാണ് മുഴുവൻ വില കിട്ടുകയില്ല. 2 രൂപ കുറയും. ഞാൻ പറഞ്ഞു, സാരമില്ല, 250 രൂപ കുറഞ്ഞിട്ടുണ്ടല്ലോ, 2-3 കുറഞ്ഞോട്ടെ. ഭാര്യ സമ്മതിക്കില്ല, മുഴുവൻ വാങ്ങിച്ചിട്ടേ ഉള്ളൂ. ഭാര്യയും പണിക്കാരി ഓമനയും കൂടെ 250 കിലോ ഷീറ്റ് പൂപ്പൽ മാറ്റാനായിട്ട് മിഷൻ പരിയിലേക്ക് ചുവന്നുകൊണ്ടുപോയി. ഡ്രമ്മിൽ വെള്ളമെടുത്തു. പൂപ്പൽ പിടിച്ച റബ്ബർ ഷീറ്റ് ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കി റോളറിൻ്റെ സ്വിച്ച് ഓൺ ചെയ്തു. റോളർ ഓട്ടോമാറ്റിക്കായിട്ട് കറങ്ങി തുടങ്ങി. പൂപ്പൽ പിടിച്ച റബ്ബർ ഷീറ്റ് റോളറിലൂടെ കടത്തിവിട്ടു. ഡ്രമ്മിലെ വെള്ളത്തിൽ മുക്കി. പൂപ്പൽ പോയി. ഇനി ഉണക്കിയാൽ മതി. 10-20 ഷീറ്റ് കറക്കിയപ്പോൾ കറണ്ട് പോയി. അവർ തീരുമാനിച്ചു, ഇനി കൈകൊണ്ട് കറക്കുന്നില്ല, കറണ്ട് വന്നിട്ട് കറക്കാം, നമുക്ക് തക്കാലം വാഴയ്ക്ക് വളവിടാൻ പോകാം. അവർ വാഴയ്ക്ക് വളവിടാൻ പോയി. പകല് കറണ്ട് വന്നില്ല. രാത്രി 9 മണിയായി. ഞാൻ പതിവ് പോലെ എൻ്റെ 6 ഔൺസ് മറ്റടിച്ച് കിടക്കുകയാണ്. ഭാര്യ ഇതാ വന്നിരിക്കുന്നു. കയ്യിലൊരു ടോർച്ച്, കൂടാതെ ഒരു കയ്യിൽ തലയിൽ വെക്കാനുള്ള ഒരു ചുമ്മാട്. എന്നെ വിളിച്ചു, പപ്പേ കയ്യിലൊരു കാൽക്കുലേറ്റർ ഉണ്ട്, 250 കിലോ ഷീറ്റ്, അതിൻ്റെ 250 റുപ്പീസ്. ഇത്രയുമാണ് പുകപ്പരയിൽ ഇരിക്കുന്നത്. ഞാനൊരു 10 ഷീറ്റ് വീതം നിങ്ങളുടെ തലയിൽ വെച്ച് തരാം. സ്റ്റോർ മുറിയിൽ കൊണ്ടുവന്ന് പൂട്ട് കള്ളം കൊണ്ടുപോയാൽ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞു, നീയും നിന്റെ പണിക്കാരി ഓമനയുമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ, അവളും മറന്നുപോയി, കറണ്ടുമില്ല, നീ കിടന്നുറങ്ങുക. ഭാര്യ കിടക്കും, അങ്ങോട്ട് തിരിയും ഇങ്ങോട്ട് തിരിയും, ചാരിയേറ്റു. നിങ്ങളല്ലേ പറയുന്നത് എനിക്ക് ബുദ്ധിയില്ലാന്ന്, ഇന്ന് കള്ളൻ വന്നാൽ ഞാൻ പിടിച്ചിരിക്കും. അവൾ പുറത്തോട്ടിറങ്ങി ടോർച്ചുമായിട്ട്. പട്ടിക്കൂട്ടി 2 പട്ടികൾ, മുഴുത്ത പട്ടി ബ്രിട്ടോ, ചെറിയ പട്ടി ജിയോ, രണ്ടിനെയും മെഷീൻ കൊലയിൽ കൊണ്ടുപോയി പൂട്ടി. എന്നിട്ട് തിരിച്ചു പറഞ്ഞു, ഇനി പട്ടി കുറച്ചാൽ കള്ളനാണ്. പാതിരായി. മെഷ്യമ്പരിയിരുന്ന് കൊച്ചു പട്ടിയുടെ ചാകാൻ പോകുന്നത് പോലെയുള്ള കരച്ചിൽ, വലിയ പട്ടിയുടെ നിർത്താതെയുള്ള പുര. ഭാര്യ പറഞ്ഞു, പപ്പേ കള്ളൻ വന്നു, തോക്കെടുത്തു. ഞാൻ ശാന്തമായി പറഞ്ഞു, സൂസമ്മേ, കള്ളനല്ല, കറണ്ടാണ്. പകൽ പോയാൽ കറണ്ട് വന്നു, മുറിയിലെ ലൈറ്റ് തെളിഞ്ഞിരുന്നു. കാര്യം മനസ്സിലാക്കിയ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തു. തിരിച്ചു വന്ന് ഭാര്യയോട് 2 ചോദ്യം ചോദിച്ചു, നീ എവിടെയാണ് പട്ടികളെ പൂട്ടിയത്? ഭാര്യ പറഞ്ഞു, മുഴുത്ത പട്ടിക്ക് മുഴുത്ത തുടരുള്ളതുകൊണ്ട് മെഷ്യൻ പൊരിയുടെ തൂണിൽ കെട്ടി, ചെറിയ പട്ടിക്ക് ചെറിയതായതുകൊണ്ട് റോളറിൻ്റെ ഹാൻഡിലിൽ കെട്ടി. പാതിരായപ്പോൾ കറണ്ട് വന്നു. റോളറിങ്ങനെ യന്ത്രയൂഞ്ഞാൽ പോലെ കറങ്ങുകയാണ്. ആ കറക്കത്തിനൊത്ത് കറങ്ങുന്ന കൊച്ചുപട്ടിയുടെ കരച്ചിലാണ് ചാകാൻ പോകുന്നത് പോലെയുള്ള കരച്ചില്. പോയി നോക്കി, ഭാഗ്യവശാൽ കൊച്ചുപട്ടി ചത്തില്ല. തിരിച്ചു വന്നപ്പോൾ ഭാര്യയോട് 2 ചോദ്യങ്ങൾ. കാശ് കൊടുത്ത് മേടിച്ച കൊച്ചുപട്ടി ചത്തി പോയിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഭാര്യയുടെ മറുപടി ഉടൻ വന്നു, പട്ടി ചത്തു പോയാൽ എന്താ, പപ്പയല്ലേ ഉള്ളേ. അന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ വീട്ടിൽ എനിക്ക് പട്ടിയേക്കാൾ കൂടുതൽ സ്ഥാനമുണ്ടായിരുന്നു എന്ന്. 2ാമത്തെ ചോദ്യം,
പട്ടി കുറച്ചപ്പോ തോക്കെടുത്തോ നീ പറഞ്ഞില്ലേ, അതിന് ഇവിടെ ഒരു കളിത്തോക്ക് പോലും ഉണ്ടോ? ഇവിടെയുള്ള ഏറ്റവും വലിയ മാരകായുധം ചക്ക വെട്ടുന്ന കത്തിയല്ലേ. ഭാര്യയുടെ മറുപടി, തോക്കില്ലാന്ന വിവരം എനിക്കും നിങ്ങൾക്ക് വലിയ അറിയത്തുള്ളൂ. കള്ളം അറിയാവോ? കള്ളം കരുതുന്നത് കാശുള്ള വീടാണ്. ചുരുക്കത്തിൽ ഒരു AK-47 കാണും. ഞാൻ പറഞ്ഞു, സുസമ്മേ, നീ ഇങ്ങനെയൊന്നും ആകേണ്ട ആളായിരുന്നില്ല. ഒന്നെങ്കിൽ ഒരു എഡിസൺ, അല്ലെങ്കിൽ ഒരു ഐൻസ്റ്റീൻ. ഇതാണ് ഞാൻ എഴുതിയ ഓർമ്മയിലൊരു പെരുമഴക്കാലം എന്ന പുസ്തകത്തിലെ 3-ാമത്തെ അധ്യായം, പാതിരാ കള്ളൻ.